എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഗംഗയെ പെണ്ണ് കാണാനായിട്ട് ചെറുക്കൻ വീട്ടുകാരൊക്കെ വന്ന് ഇരിക്കുന്നു. അവിടെ ഇരുന്ന് അത്യാവശ്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് ജയബാലൻ. അന്നേരമാണ് നീളമോള് ഫ്രണ്ടിൽ വന്നിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അകത്തോട്ട് കയറി ചെല്ലുന്നത്. അന്നേരം നീ ചെറുക്കനെ കണ്ടോ എന്ന് കാവേരി ചോദിക്കുമ്പം അവിടെ ചെറുക്കനെ പോലെ ഇരിക്കുന്ന ആരെയും കണ്ടില്ല എന്ന് പറയും. അന്നേരം നിന്നെ പറഞ്ഞു വിട്ടാൽ എന്നെ പറഞ്ഞാൽ മതി, നീ ഒന്ന് പോയി നോക്കടി എന്ന് പറഞ്ഞ് യമുനെ പറഞ്ഞു വിടും. യമുനയും അവിടെ വന്ന് നോക്കുമ്പം ചെറുക്കൻ എന്നുള്ള രീതിയിൽ പ്രായം കുറഞ്ഞ ഗംഗയ്ക്ക് ചേരുന്ന രീതിയിൽ ആരും അവിടെ ഇരിപ്പില്ല. അന്നേരം യമുനയും പരിചയപ്പെടുത്തുന്നുണ്ട്, എൻ്റെ മൂന്നാമത്തെ മോളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട് ശാരദ. അത് കഴിഞ്ഞ് യമുനയും കയറി വന്നിട്ട് പറയും, ഞാനും അവിടെ ചെറുക്കനെ പോലെ ആരെയും കണ്ടില്ല, ചിലപ്പം ചെറുക്കൻ വന്ന് കാണില്ല, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞായിരിക്കും ചെറുക്കൻ വരുന്നത് എന്നൊക്കെ പറയുന്നു. അന്നേരം കാവേരി എങ്കിൽ ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കാവേരി ഇറങ്ങി വരുവാണേ. അന്നേരം കാവേരിയും പരിചയപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ നോക്കുമ്പോൾ ചെറുക്കനെ പോലെ തോന്നുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് കാവേരി ശാരദയോട് ചോദിക്കും, അമ്മേ ചെറുക്കൻ ഏതാ, ചെറുക്കൻ വന്നിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയത്തില്ല, ജയബാലേട്ടൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനെങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കുവാണ് ശാരദ. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കാവേരിക്ക്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പം ചെറുക്കൻ്റെ അമ്മ ചോദിക്കും, എന്താ അമ്മയും മോളോട് ഒരു സ്വകാര്യം പറിച്ചില്ല, എന്താണെന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ചായ വേണോ തണുത്തത് എടുക്കണമെന്ന് അവൾ ചോദിക്കുമായിരുന്നു എന്ന് പറയും. അങ്ങനെ അതെന്താണെങ്കിലും മതി, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടണം, അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് പെണ്ണിനെ വിളിക്കാൻ പറയുവാണ്. ഏതായാലും കാവേരിയും അകത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ചെറുക്കനെ പോലെ ഇരിക്കുന്ന ആരും ഞാനും കണ്ടില്ല, മിക്കവാറും ജയബാലിൻ്റെ പരിപാടിയല്ലേ, അതെന്തെങ്കിലും ഉടായിപ്പായിരിക്കുമെന്ന് കാവേരി നേരത്തെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗംഗ ചായയൊക്കെ ആയിട്ട് വരുന്നു, എല്ലാവർക്കും ചായ കൊടുക്കുന്നു. അന്നേരം ഈ ചെറുക്കൻ എന്ന് പറയുന്ന സനൂജ് മൊട്ടത്തലൻ, അയാൾക്ക് ചായ കൊടുത്തു കഴിയുമ്പോൾ അയാളിങ്ങനെ ഭയങ്കര ഈ പെണ്ണുങ്ങളെ കാണാത്തതുപോലെയാണ് ഗംഗേനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ആ മിച്ചറൊക്കെ എടുത്ത് വായി വെച്ചിട്ടാണ് ചവയ്ക്കാൻ പോലും അങ്ങേര് മറന്നു പോവുകയാണ്. അങ്ങനെ വായി നോക്കിയിരിക്കുന്ന അയാളെ കാണുമ്പം ദേഷ്യം വരുന്നുണ്ട് കാവേരിക്ക്. കാവേരി യമുനോട് ചോദിക്കുന്നുണ്ട്, ആ ആളെ ആരാ, കുറേ നേരം ആയല്ലോ ചേച്ചി നോക്കി വെള്ളം ഇറക്കുന്നത് ഇങ്ങനെ പറയുവാണ്. അന്നേരം അറിയത്തില്ലല്ലോ ചേച്ചിയെന്ന് യമുനയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശാരദയോട് ചോദിക്കുമ്പോൾ ശാരദ പറയുവാണ്, ചെറുക്കൻ്റെ ചിറ്റപ്പനോ അമ്മാവനോ ആരെങ്കിലും ആയിരിക്കുമെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറുക്കൻ്റെ അമ്മ ചെറുക്കനോട് ചോദിക്കുന്നത്, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷം ജയബാലന്. ജയബാലൻ ചോദിക്കുവാണ്, എങ്കിൽ നമുക്ക് കല്യാണത്തിന് ഡേറ്റ് അങ്ങ് തീരുമാനിച്ചാലോ എന്ന്. അന്നേരം കാവേരി ചോദിക്കും, അതെങ്ങനെയാണ് ഡേറ്റ് തീരുമാനിക്കുന്നത്, ചെറുക്കനെ കാണണ്ടേന്ന് ചോദിക്കുമ്പോൾ, ചെറുക്കനല്ലേ ഈ ഇരിക്കുന്നത്, ഇതാണ് സനൂജ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുവാണ്. അന്നേരം കാവേരിക്ക് ദേഷ്യം വരും, അമ്മ ഇത് നടക്കുകയില്ല കേട്ടോ, ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. അന്നേരം ശാരദ പറയും, നീ ഗംഗയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അന്നേരം പിന്നെയും കാവേരി പറയുന്നുണ്ട്, അമ്മ എൻ്റെ തല പോയാലും ഞാനിത് സമ്മതിക്കത്തില്ല എന്ന് തന്നെ. അന്നേരം ശാരദ ഇത്തിരി ഉറക്കെ പറയും, കാവേരി നിന്നോടാ പറഞ്ഞത് ഗംഗയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകാൻ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം കാവേരി അകത്തേക്ക് പോകുന്നു. അന്നേരം എന്താ ശാരദ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ജയബാലൻ. അത് കഴിഞ്ഞ് എങ്ങനെയാണ് നമുക്ക് ആ നിശ്ചയത്തിൻ്റെ ഡേറ്റ് അങ്ങ് തീരുമാനിച്ചാലോ എന്ന് ചോദിക്കുക. എന്നിട്ട് ശാരദ പറയും, അത് പറ്റത്തില്ല, എനിക്ക് ഗംഗയോട് അവളുടെ അഭിപ്രായം ചോദിക്കണമെന്ന്. അന്നേരം അതെന്തിനാ പിള്ളേരുടെ അഭിപ്രായമൊക്കെ ചോദിക്കുന്നത് എന്ന് ജയബാലൻ ചോദിക്കുമ്പം ശാരദ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകളുടെ അഭിപ്രായം അറിഞ്ഞിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഒന്ന് നിർബന്ധിച്ചൊക്കെ നോക്കുന്നുണ്ട് ജയബാലൻ. പക്ഷേ ശാരദ പറയും, പറ്റില്ല, കല്യാണത്തിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് എൻ്റെ മക്കളുടെ തീരുമാനം കൂടി അറിയണം, വേറെ എന്തെങ്കിലും സംസാരിക്കാനാണെങ്കിൽ സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് എഴുന്നേറ്റ് പോവുകയാണ്. ഈ ചെറുക്കൻ എഴുന്നേറ്റ് പോയി പകുതി വരെ ചെന്നിട്ട് തിരിച്ചു വന്നാൽ അതിൻ്റെ അന്ന് കുറച്ച് ജിലേബിയും പഴംപൊരിയും ഒക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് അവന് കഴിക്കാൻ വേണ്ടി. അതായത് ഒരു കഴകത്തില്ലാത്തവനാണ് എന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജയബാലൻ പറയുന്നുണ്ട്, എന്താ അഹങ്കാരം, കയ്യിലിപ്പം ഒന്നുമില്ല, പണ്ട് മുത്തുക്കുട ചൂടി നടന്നതാണ്, ഇപ്പോൾ ഓരോ ഓലക്കുട പോലും ഇല്ല, എന്നിട്ടും അഹങ്കാരമാണ് എന്നൊക്കെ പറയുമ്പം ചെറുക്കൻ്റെ അമ്മ പറയുന്നുണ്ട്, നല്ല പെങ്കൊച്ചായിരുന്നു, അതിനെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അന്നേരം ജയബാലൻ പറയും, ഇതൊക്കെ വെറുതെ ഡിമാൻഡ് ഇടുന്നതല്ലേ, ഒറ്റയടിക്ക് അങ്ങ് സമ്മതിച്ചാൽ എന്തെങ്കിലുമൊക്കെ സ്ത്രീധനം തരണ്ടേ, ഇതിപ്പോൾ ഇത്തിരി ഡിമാൻഡ് ഇട്ട് നിൽക്കുവാണെങ്കിൽ സ്ത്രീധനമൊന്നും തരേണ്ടി വരില്ലല്ലോ, അതുകൊണ്ടാണ് ശാരദ അങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇറങ്ങി പോരുന്നതിന് മുമ്പ് ചെറുക്കൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു, പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് വിവാഹം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമാണ്, പിന്നെ പ്രായക്കൂടുതലുണ്ടെന്നൊന്നും കരുതണ്ട, അവന് 32 വയസ്സേ ഉള്ളൂ, ടൈഫോയിഡ് വന്നപ്പോൾ മുടി പൊഴിഞ്ഞു പോയതാ, അവന് ഒരു പെൺകൊച്ചിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവർ വലിയ കാശുകാരാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുകഴ്ത്തലും ജയബാലൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതുപോലെ അമ്മ പറയുന്നുണ്ട്, പെണ്ണിനെ തരുവാണെങ്കിൽ ഈ പെണ്ണിനെ മാത്രമല്ല ഈ കുടുംബം മൊത്തം ഞങ്ങളങ്ങ് ഏറ്റെടുത്തോളാം, ഞങ്ങൾ പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സൂപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശാരദയുടെ അടുത്ത് അതൊന്നും നടന്നില്ല.
ഏതായാലും അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോഴാണ് കറക്റ്റ് വിനീത് കയറി വരുന്നത്. അന്നേരം ചെറുക്കൻ്റെ വീട്ടുകാരോട് വണ്ടിയെ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് ജയബാലൻ വിനീതിനോട് പറയുവാണ്, നിന്നോട് ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ പലതവണ പറഞ്ഞു, പക്ഷെ നീ കേൾക്കുകയില്ല. കാരണം നിന്നെ ആകർഷിക്കുന്ന ഒരു സാധനം ഇവിടെയുണ്ട്, ആ സാധനം ഞങ്ങൾ ഇവിടെ നിന്ന് കടത്താൻ പോവുകയാണ് എന്ന് പറയുമ്പം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുക വിനീത്. അന്നേരം വിനീതിനോട് പിന്നെയും പറയുന്നുണ്ട്, നിനക്ക് കാര്യം മനസ്സിലായില്ലേ, നീ ഗംഗ ഇവിടെ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്, അവളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ഇത് ചെറുക്കൻ വീട്ടുകാരാ വണ്ടിയിലിരിക്കുന്നത്, ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇനി നീ എന്ത് കണ്ടിട്ടാണ് ഇവിടെ കയറി ഇറങ്ങുന്നതെന്നൊന്നും എനിക്ക് കാണണമല്ലോ. പിന്നെ കല്യാണ സമയത്ത് വന്നേക്കണം, ഇവിടെ ഇല വെട്ടാനും പന്തൽ കെട്ടാനൊക്കെ ആളുടെ ആവശ്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കയറി പോവാണ്. വിനീതിനാകെ സങ്കടമായി, അകത്തോട്ടൊന്ന് കയറാൻ പോലും തോന്നുന്നില്ല. വിനീത് തിരിച്ച് കടയിൽ ചെല്ലുന്നു. ഈ സമയം അവിടെ ഗംഗയുടെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ അവർ. അപ്പം ആ ചിത്രം വരച്ച് കഴിഞ്ഞ് നല്ലതാണോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനീത് കയറി ചെല്ലുന്നത്. വിനീതിനോടും ചോദിക്കും. അന്നേരം അയാൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത്, കുറവ് എനിക്കല്ലേ എന്ന് പറയും. അത് കഴിഞ്ഞ് ഇവരോരോന്ന് സംസാരിക്കുമ്പോഴും ദേഷ്യം വരുവാണ് വിനീതിന്, മനസ്സിൽ അത്രത്തോളം സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നിട്ട് അവരോട് പറയുവാണ്, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തരാമോ, എനിക്ക് ഇത്തിരി സൗകര്യം താ, എന്നെ സ്നേഹിക്കാൻ വേണ്ടി ആരും മത്സരിക്കേണ്ട, എത്രയൊക്കെ സ്നേഹിച്ചാലും എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞാൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ് അങ്ങിരിക്കുവാണേ. അന്നേരം അവർ ചോദിക്കും, എന്താടാ വിനീത്, നിനക്ക് എന്നാ പറ്റിയ, ഗംഗയുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു. അത് കഴിഞ്ഞ് പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഏതായാലും വിഷമിച്ചിരിക്കുന്ന വിനീതിനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന കാവേരി ഗംഗയോടായിട്ട് പറയുവാണ്, ചേച്ചി ഞാൻ ജോലിക്ക് പോവുകയാണ്, പോകുന്നതിനിടയ്ക്ക് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം ഒന്നും കഴിച്ചേക്കരുത്, കാരണം ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് ഫ്രീ ആയിട്ട് കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഫ്രീ ആയിട്ട് ചേച്ചീനെ ഇറക്കി വിടാൻ മനസ്സുള്ളവർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതായെന്ന് പറഞ്ഞിട്ട് ശാരദേനെ ഒരു നോട്ടം നോക്കിയിട്ട് കാവേരി ഇറങ്ങി പോകുന്നത്. കാവേരി പോയി കഴിയുമ്പോൾ ഭയങ്കര സങ്കടം വന്നിട്ട് ശാരദ പൊട്ടി കരയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഏതായാലും ശാരദയുടെ നിലപാടുകളെ കാവേരി നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അമ്മയും മാറിയേ പറ്റുള്ളൂ. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.